നിങ്ങളോടെ കാല് കുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഒത്തി ഒത്തി ഇറങ്ങിയത്? ഇത്ര ദിവസം അടി അവത്തിരിക്കാത്തതുകൊണ്ട് ഒന്ന് പുറലോകം കാണട്ടെ. പുറലോകം കുറെ കണ്ടതല്ലേ, കൊതി തീർന്നില്ലേ? ഇനി അകത്തെ കുറെ കാഴ്ചകളൂടെ കാണാം. അകത്തിരിക്കാൻ കൊതിയിലാണ്ടൊന്നുമല്ല, പിന്നെ നിന്റെ ആ മോന്തായം കാണുമ്പോഴേ ഇറങ്ങി ഓടാൻ തോന്നും. അയ്യോ പിന്നെ എപ്പോഴാ എന്റെ മോന്തായത്തിന്റെ ഭംഗി പോരെന്ന് തോന്നിയത്? കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ നാഴികയ്ക്ക് 40 തൊട്ട് നിങ്ങൾ അടുക്കളയിലോട്ട് വരുമായിരുന്നല്ലോ. അമ്മേ ഒരു മന്ത വെള്ളം വേണമെന്നും പറഞ്ഞ് വരുമായിരുന്നല്ലോ. നീ അവിടെ മോന്ത കാണാൻ വരുന്നതല്ലെന്ന് ചോദിച്ചിട്ട് അമ്മ ഓടിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അമ്മ അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നോട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരെ നോക്കുന്നതില്ലേ, നിങ്ങൾക്ക് കിട്ടിയത് പോരെ? അതിന് അവരെന്നാ പഠിച്ചു? നിങ്ങളുടെ കാല് ചവിട്ടി ഓടിച്ചത് ഞാനാണോ? നിനക്ക് പലപ്പോഴും അങ്ങനെ ഒരു മോഹമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം എന്നെ പറഞ്ഞോണം, കൂട്ടുകാരെ പറയരുത്. ന്യൂ ഇയറിനെ ചവിട്ടി നാടകം കളിച്ച് കാല് ചവിട്ടി ഓടിച്ചപ്പോഴും പോയി അവര് പുണ്യാളന്മാരാ. ആർക്കാണേലും ഒരു അബദ്ധം പറ്റും. തങ്കച്ചൻ ഇച്ചിരി പൂസ് കൂടിപ്പോയി, തങ്കച്ചൻ്റെ ചവിട്ട് മാറിപ്പോയി, എനിക്ക് ഒഴിഞ്ഞു മാറാനും പറ്റിയില്ല. നേരാവണ്ണം നിന്നിട്ട് വേണ്ടേ ഒഴിയാൻ. ചവിട്ട് നാടകം എന്തായാലും സൂപ്പറായിരുന്നു. കാലൊക്കെ ശരിയായിട്ട് വേണം ഒന്നുകൂടെ അവരെയും കൂട്ടി നടത്താൻ. ചെറുക്കൻ കേൾക്കണ്ട, അവൻ ഇവിടെ ചവിട്ട് നാടകം കളിക്കും. തങ്കച്ചനും നമുക്ക് ഇങ്ങനെ കാണുന്നില്ല, വന്നേക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നേ. അവരാ നിങ്ങളുടെ മറ്റേ കാലം കൂടെ ചവിട്ടി ഒടിച്ചാലും നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയല്ലായിരുന്നല്ലോ. ദൈവമേ, നമ്മളെ തെറിയാ നടക്കുന്നത്, നമ്മൾ അങ്ങോട്ട് എന്നൊക്കെ കിട്ടും. തെറി പറയുമ്പം ചുമ്മാ തല ഉനിച്ച് തന്നാ മതി, ഒരു പ്രശ്നമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കയറിച്ചല്ല. ഒന്ന് നോക്കിയേ, നിങ്ങളെന്നെ അവിടെ ഒളിച്ചു കളിക്കുന്ന ഇങ്ങോട്ട് വാന്നേ. ചേട്ടന്മാരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടേ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. വായിലിട്ട് നാക്കേ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വരാം. കൂട്ടുകാരെ കാണാഞ്ഞിട്ടേ ജോസിന് എന്നാ വിഷമായിരുന്നറിയാവോ? നിങ്ങൾ എന്നെ ആശുപത്രിയിലോട്ട് വരാഞ്ഞേ? ഒരു ചെറിയ കയ്യബദ്ധം പറ്റി, അറിഞ്ഞോണ്ടല്ല, ഞങ്ങളെ ഒന്നും പറയരുത്. കയ്യബദ്ധം അല്ലല്ലോ, കാലബദ്ധം അല്ലേ? അതൊക്കെ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കൂട്ടുകാരാ. ഞാൻ ചായ എടുത്തോണ്ട് വരാവേ. ഇവിടെ നിന്നാ ഞാൻ വല്ലതും പറഞ്ഞു പോകും. നീ എന്നാ അവിടെ ഒന്ന് കാണിക്കുന്നേ? മറിഞ്ഞു നിന്ന് ഞങ്ങളെ കൊഞ്ഞനെ കുത്തുവാണോ? ചായക്ക് പഞ്ചസാര വേണമെന്ന് ചോദിക്കുമായിരുന്നു. പഞ്ചസാര ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, സോപ്പ് പൊടി കലക്കാതിരുന്നാ മതി. ഗമ്മിക്കുഞ്ഞേ, നീ അവൾക്ക് ആവശ്യമില്ലാത്ത ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ. എനിക്ക് ചായ വേണ്ടേ? ആ ജോസേ, കാലിന് എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറഞ്ഞു, പക്ഷെ ഇവിടുത്തെ ഈ ഞരമ്പ് തെറ്റിപ്പോയത് ശരിയായിട്ടില്ല. ഓ, എന്നാ ഒരു ചവിട്ടാ നിങ്ങൾ ചവിട്ടിയത്, ഇത് കാലിന് നീരുണ്ട്. എന്നെ അത് ഓർപ്പിക്കാതെ. എന്നിലെ കലാകാരൻ ഉണർപ്പുണ്ടല്ലോ, ഞാൻ പരിസരം മറന്നുപോയി. ഞാൻ ഒന്നാമൻ യേശാവ് പാടിപ്പം, ഇവൻ രണ്ടാമൻ ജാക്കോവ് പാടി. അന്നേരം എൻ്റെ കാല് പിഴച്ചു പോയി, അവൻ്റെ കാല് എൻ്റെ കാലിനടി വന്നു. നിങ്ങൾ ഈ വളച്ചുറ്റി പറഞ്ഞതിനാണ് ഇവിടെ ചവിട്ടുക എന്ന് പറയുന്നതേ. എന്നതാണേലും എന്നാ കിട്ടിയത് കിട്ടി. ഒടിവൊന്നുമില്ലല്ലോ? ഒടിവൊന്നുമില്ല, പിന്നെ ഭയങ്കര വേദനയാണ്. ഇവിടുത്തെ ഈ ഞരമ്പ് തെറ്റിപ്പോയി. അത്രേ ഉള്ളോ? എങ്കിലും ഓരോ ആശുപത്രിയിലും പോകേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ കൈ കൊണ്ട് തീരാണ്ട് കയറുന്നേ. ചവിട്ട് സ്ഥാനം മാറിയിരുന്നെങ്കിലേ നിങ്ങളുടെ കൈ കൊണ്ട് ജോസ് തീർന്നേനെ, ജോസിന്റെ ഭാര്യയുടെയും പിള്ളേരുടെയും കൈ കൊണ്ട് നിങ്ങളും തീർന്നേനെ. നീ ചുമ്മാ ആളിനെ പഠിപ്പിക്കാതെ നിങ്ങൾക്ക് തിരുമ്പൊക്കെ അറിയാവോ? നീ എന്നാ കരുത്, ഞാൻ പഴയ തിരുമുകാരനല്ലായിരുന്നോ? ഇപ്പം പിള്ളേര് സെറ്റൊക്കെ വന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ വഴിമാറി. അവരെ തള്ളി മാറ്റിയതായിരിക്കും. എന്നാലേ നിങ്ങൾ ഇതൊന്ന് നോക്കിയേ, വല്ലതും നടക്കുമെന്നറിയാമല്ലോ. നടക്കാതെ എവിടെ പോകാൻ? നീ ചാടി ചാടി ഉണ്ടല്ലോ, 4 കാലം നടക്കും. 4 കാലയില് അത് തന്നെയാ ഞങ്ങളുടെയും പേടി. അയ്യോ, എന്നാ കാണിക്ക, കാലനക്കരുത്. എടീ, തങ്കച്ചന് തിരുമ്പ് നല്ലോണം അറിയാവുന്നാ പറഞ്ഞേ. ഞരമ്പൊക്കെ ശരിയായിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. വൈദ്യുതി വരും തീരുമാൻ. വൈദ്യുതി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ശരിയാക്കി വെച്ചേക്കുമല്ലേ? അതേത് വൈദ്യുതി? ആങ്ങള് പറഞ്ഞു വിട്ടതാ, വലിയ കേമനാന്നാ പറഞ്ഞേ. എന്നാ ജോസിന്റെ കാര്യത്തിൽ തീരുമാനമായി. അളിയന്റെ കാലൊടിഞ്ഞെന്ന് കേട്ടപ്പോഴേ അവന് ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ട് ഇതിലേ ഒന്നും കണ്ടില്ലല്ലോ. അവന് അളിയൻ പടിയും കുത്തി നടക്കുന്നത് കാണാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ലേ വരാഞ്ഞത്. അവനല്ലേ ഇന്നാള് നിന്നെ ഞാൻ പാടിയും കുത്തി നടത്തുന്നു പറഞ്ഞ് ബില്ല് പിടിച്ചു പോയത്. ഇതൊക്കെ പിള്ളേരുടെ ഓരോരോ തമാശകളല്ലേ. പിള്ളേര് വയസ്സ് എത്രയായി അവന്? 60ഓ 70ഓ? ഒരുത്തം വലിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ, അത് വൈദ്യുരാണോ? വൈദ്യുതി തന്നെ. ഞാൻ ജോസിനെ ഒന്നോടെ നേരെ ചൊവ്വേ കണ്ടോട്ടെ. ഞാനേ ഇത്തിരി താമസിച്ചു പോരാൻ ഇറങ്ങിയപ്പോഴാണ് ഒരുത്തൻ പ്ലാവേന്ന് വീണെന്നും പറഞ്ഞ് വാങ്ങുന്നത്. എന്നിട്ട് അവൻ തിരിച്ചു പോയോ? എവിടാ പോകാനാ, കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു പ്ലാവേന്ന് വീണതല്ലെന്ന്. മാവേലി വീണതായിരുന്നോ? വേറെ മരമൊന്നും അറിയത്തില്ലേ. ഞാൻ അവനോട് ചെവി ചോദിച്ചു, ഭാര്യ അടിച്ച് വീഴ്ചതല്ലേ എന്ന്. അവൻ സമ്മതിച്ചു. വൈദ്യുതി കൊള്ളാവല്ലോ, അടി കണ്ടാൽ അടിച്ചതാരാന്ന് തിരിച്ചറിയാം അല്ലേ? മർമ്മത്തിനൊക്കെ കിട്ടിയത്. ഭാര്യമാരാ മർമ്മത്തിനുണ്ട് കൊടുക്കുന്നത്. എണീറ്റ് വന്നാലേ തിരിച്ചു കിട്ടുമെന്നറിയാം. നമ്മുടെ സെറ്ററെ കൊണ്ടിരിക്കുന്നു, അല്ല നമ്മുടെ സെറ്ററെ കണ്ടിരിക്കുന്നു. ഇതാ കാലല്ലേ, ശരിയാക്കി തരാം. ഇത്തിരി പണിയെടുക്കേണ്ടി വരും. വൈദ്യുരുടെ പണി കഴിയുമ്പോഴേ ഈ കാല് ഇവിടെ തന്നെ കാണുമോ? എവിടെ ചെന്നാലും CC ക്യാമറ ആവാം. വൈദ്യുതി പറഞ്ഞ എണ്ണയെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? സമയമാകുമ്പോ പറയാം. നാടൻ കൂടി റെഡിയല്ലേ? കപ്പയൊക്കെ നല്ലപോലെ വാട്ടി എടുത്തിട്ടുണ്ടോ അല്ലേ? സാധാരണ എണ്ണയിട്ട് തിരുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ
നാടൻ കോഴിയും കപ്പയിട്ട് തരുമെന്ന് ഞാൻ ജീവിതത്തിൽ അറിയാം. ആ വല്ല ഒറ്റമൂലിയായിരിക്കും. നാടൻ കോഴിയുടെ ചോര പ്രത്യേകം എടുത്ത് മാറ്റിയല്ലോ. എന്തിനാ വൈദ്യരെ വല്ല ഒറ്റമൂലിക്ക് വേണോ? കോഴിയുടെ ചോര ഊറ്റിക്കളഞ്ഞില്ലേ ഇറച്ചിക്കൊരു ടേസ്റ്റ് ഇല്ല. കഴുത്തും ചിറവും എല്ലാം മാറ്റിയില്ലേ പ്രത്യേകമല്ല വേവിച്ചത്. വൈദ്യര് പറഞ്ഞതുപോലെ തന്നെയാ ചെയ്തത്. ഇറച്ചിക്കറി ഒരു കോപ്പയിലാക്കി കപ്പ വേവിച്ചത് ഒരു പഴന്ന പാത്രത്തിലാക്കി മേശപ്പുറത്തോട്ട് വെക്കുക. ഞാനേ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. എവിടെയാ കൈ കഴുകുന്നത്? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കൈ കഴുകിയത്. നല്ല നാടൻ കോഴിക്കറിയുടെ മണം ഇന്ന് ഞാനൊരു പിടി പിടിക്കും. ജോസേ, ഇവനെ കോഴിയിറച്ചി തിന്നാൻ വന്നതാണോ അതോ തിരുമാൻ വന്നതാണോ? കോഴിയെ കൊല്ലാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് വല്ല മരുന്നിനുമായിരിക്കുമെന്ന്. എന്റെ കാല് മേലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു. നാടൻ കോഴി തിന്നാനും വേണം ഒരു യോഗം. അകത്തൊരുത്തരുണ്ടല്ലോ കോഴിക്കാല് കടിക്കുന്നു, നമ്മൾ ഇവിടെ ഇരുന്ന് വെള്ളം ഇറക്കി ജീവിക്കും. കോഴിക്ക് ഇത്തിരി കൂടെ വേവാകാമായിരുന്നു, എന്നാലേ മസാല എല്ലാം കൂടെ അകത്തോട്ട് കയറി പിടിക്കുള്ളൂ. എന്നാലും പിടുത്തത്തിന് ഒരു കുറവില്ലായിരുന്നല്ലോ. വയറ് നിറഞ്ഞ മുള്ളേരും കിടക്കണം. ഉറക്കം വരുന്നു, ഒന്ന് കിടക്കാം. അമ്മേ തിരുമ്മ ദേവതേ. കിടക്കുന്ന കിടപ്പുകളില് ഒരു കോഴിയെ മൊത്തം കയറ്റി വെച്ച് കോഴിയുടെ തൊട്ടേലും ബാക്കിയുണ്ടോ? ഞങ്ങക്ക് തന്നില്ലേലും വേണ്ടിയാണ്, നീ കെട്ടിയോന്നേലും കൊടുക്കണ്ടേ? ഇവന്റെ വയറയിലൊരു ചവിട്ട് നാടകം കളിച്ചാലോ തങ്കച്ചാ? നിന്നെ കെട്ടിയെടുത്തതെന്ന് വെച്ചാൽ ഞാൻ എന്നാ ദ്രോഹം അവനോട് ചെയ്തത്? അവൻ കഷ്ടപ്പെട്ട ഒരു വൈദ്യനെ തപ്പിയെടുത്ത് വിട്ടതും പോരാ, പിന്നെ അവനെ കുറ്റം പറയണം. ജോസേ, നീ സൂക്ഷിച്ചോ. ഇതാവുമ്പോ മനഃപൂർവ്വം നിനക്കിട്ടുണ്ടല്ലോ പണിയാൻ തന്നെ പറഞ്ഞു വിട്ടതാ. തങ്കച്ചൻ പറഞ്ഞ കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു. ഇവനെ അങ്ങനെ സൂക്ഷിച്ചു കിടക്കണ്ട. വൈദ്യരെ എഴുതേക്ക്, വൈദ്യരെ തിരുമ്പണ്ടേ, എഴുതേക്കണ്ടേ, തിരുമ്പണ്ടേ. ശകല ഉറങ്ങിപ്പോയി. സമയം ഒത്തിരി ആയല്ലോ. എനിക്ക് ചെന്നിട്ടൊരു കിടികിട്ടി തിരുമുള്ളതാ. വൈദ്യരെ തിരുമിയില്ല. ഞാൻ അതങ്ങ് മറന്നു. ഇത്തിരി മറവിയുണ്ടേ, പ്രായമായില്ലേ. എങ്ങനെയാ സംഭവിച്ചത് എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. കോഴിയും കപ്പയും ഇത്തിരി മിച്ചം ഇരിപ്പുണ്ട്, തിരുമ്പ് കഴിഞ്ഞിട്ടാവും. CC ക്യാമറയിൽ അത് പതിഞ്ഞോ എന്നൊരു സംശയം. പ്രായമായാലുവേ അത് മറന്നില്ല. കാലിന് പരിക്ക് പറ്റിയതിന്റെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കും, എന്നാലേ ചികിത്സ തുടങ്ങാനാവും. ഞങ്ങളെ ചവിട്ട് നാടകം കളിച്ചതാ. ഈ തങ്കച്ചന്റെ ചുവട് തെറ്റി ചവിട്ട് എൻ്റെ കാലിൻ്റെ ഇവിടെ പോയി. എന്നിട്ട് ഇത്രേ പറ്റുള്ളൂ. നമുക്ക് ആ രംഗമെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം, എന്നാലേ ചികിത്സയ്ക്കുള്ള ശരിയായ ഐഡിയ കിട്ടും. വൈദ്യര് CBI റിക്രൂട്ട്മെന്റിന്റെ ആളാ അല്ലേ? ഇതെങ്ങനെ മനസ്സിലായി? അത് വൈദ്യര് ഡെമ്മി പരീക്ഷണം പറഞ്ഞപ്പോഴേ മനസ്സിലായില്ലേ? അതേ വഴി ക്രിയേറ്റ് ചെയ്യണമെങ്കിലേ ഇച്ചിരി പൈസ ചെലവുണ്ട്. അന്നേരം വയറ്റിൽ നിറയെ കള്ളല്ലായിരുന്നോ? മരുന്നിന്റെ കൂട്ടത്തിൽ ഒരു കുപ്പിയുടെ ലിസ്റ്റ് പെടുത്തായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വെള്ളം പിടിച്ച് പാട്ടും പാടി ചവിട്ട് നാടകം കഴിയും. ഒന്നാമനേസാവ് രണ്ടാമയാക്കോ പാട്ടും പാടി ഞങ്ങള്. എന്തിത് ജീവനില്ല, ഞാനിവിടെ കൂടാം. കളിക്കുമ്പോഴേ എന്റെ കാലെ ചവിട്ടണം, എന്നാലേ ഏത് ഞരമ്പേരാ ചവിട്ടി കിട്ടിയെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്നാമൻ ഏസാവ്, രണ്ടാമൻ ചവിട്ട് ചവിട്ട്. ഒന്നാമൻ ഏസാവ്, കാലമാടാ എന്നാ ചവിട്ടാടാ ചവിട്ടിയത്? വൈദ്യുതല്ലേ പറഞ്ഞ് ചവിട്ടണമെന്ന്, ഒറിജിനാലിറ്റി വേണമെന്ന്. അയ്യോ എന്റെ കൊല തെറ്റിയേ, എന്നെ ആശുപത്രി കൊണ്ടുപോണേ. അയ്യോ അയ്യോ തിരുമ്മിയാ പോലെ വൈദ്യുത വീട്ടിൽ പോയി നാടൻ കോഴി കപ്പയൊക്കെ വെച്ച്. അയ്യോ എനിക്ക് ആശുപത്രി പോയാ മതിയേ. പേരെടുക്കാൻ വന്നവര് ഇരട്ട പറ്റെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. നിന്റെ ആങ്ങളെ എനിക്കിട്ട് വെച്ചതേ വൈദ്യർക്കിട്ട് തന്നെ കൊണ്ടു.